പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജനുവരി മാസം 20-ാം തീയതി തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക്, ഒരു പുതിയ വർക്കിംഗ് വീക്കിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആരോഗ്യത്തോടും സന്തോഷത്തോടും സൗഖ്യത്തോടും അതിലുമുപരിയായി ദൈവകൃപയോടും കൂടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം എല്ലാവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ലേവ്യ പുസ്തകം 25-ാം അധ്യായം 55-ാം വാക്യം. ലെവിറ്റിക്കസ് ചാപ്റ്റർ 25 വേഴ്സ് 55 നാം ഇപ്രകാരം വായിക്കുന്നു: ഇസ്രായേൽ മക്കൾ എനിക്ക് ദാസന്മാർ ആകുന്നു. അവർ മിസ്രയീം ദേശത്ത് ഞാൻ കൊണ്ടുവന്ന എന്റെ ദാസന്മാർ. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തിനു വേണ്ട ഏറ്റവും അതിശക്തമായ ചില നിർദ്ദേശങ്ങൾ ദൈവം മോശയിൽ കൂടെ നൽകുന്നു. പാപപരിഹാര ദിനത്തെക്കുറിച്ചും 7 വർഷം കൂടി വരുന്ന 49 വർഷത്തിനു ശേഷമുള്ള 50-ാം വർഷമായ യോവേൽ സംവത്സരത്തെക്കുറിച്ചും, അത് ഒരു യഹൂദൻ, ഒരു ദൈവ പൈതൽ എങ്ങനെ പാലിക്കണം, അങ്ങനെ ഒരു ദൈവ പൈതൽ പാലിക്കേണ്ടതായിട്ടുള്ള സകല ചിട്ടവട്ടങ്ങളെക്കുറിച്ചും വ്യക്തമായി പറഞ്ഞിട്ട് 25-ാം അധ്യായം അവസാനിക്കുന്ന വാക്യത്തിൽ പറയുകയാണ്: ഇസ്രായേൽ ജനം എന്റെ ദാസന്മാരാണ്. ഞാൻ അവരെ മിസ്രൈമിൽ നിന്നും കൊണ്ടുവന്ന എന്റെ ദാസന്മാർ. ഞാൻ അവരുടെ ദൈവമായ യഹോവയാകുന്നു. ഇതിനകത്തിൽ ആശയപരമായിട്ടോ ആത്മീയപരമായിട്ടോ മലയാള അർത്ഥപരമായിട്ടോ മറ്റൊന്നും തന്നെയില്ല. കാരണം ആ വാക്യത്തിൽ സകലവും വ്യക്തമാണ്, സുതാര്യമാണ്, സത്യമാണ്. കഴിഞ്ഞ 430 വർഷം ഇസ്രായേൽ ജനം ഫറവോന്യ മിസ്രൈമ്യ അടിമത്വത്തിലായിരുന്നു. അവർ മറ്റൊരു നേതൃനിരയിൻ കീഴിലാണ്. സ്വാതന്ത്ര്യമില്ല. അവരെ നിയന്ത്രിക്കുന്നതും അവർ ഇഷ്ടത്തോടെ അല്ലെങ്കിലും പാലിക്കേണ്ടതും അവരുടെ നിയമങ്ങളെല്ലാം അവരെ അടിച്ചേൽപ്പിക്കുകയാണ്. അവരെ മറ്റൊരാൾ നിയന്ത്രിക്കുകയാണ്. അങ്ങനെ മറ്റൊരാളുടെ അടിമത്വത്തിലായിരുന്ന അവസ്ഥയിൽ നിന്നും എന്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ വിടുവിച്ച് ഇപ്പോൾ അവർ എന്റെ ദാസന്മാരാണ്, ദൈവത്തിന്റെ ദാസന്മാരാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ നോക്കിയാലും ലോക ജീവിതത്തിൽ സെക്കുലർ ലൈഫിൽ നോക്കിയാലും പലവിധ അടിമത്വത്തിൽ കൂടെ പോവുകയാണ്. ഇന്ന് സെക്കുലർ ലോകത്തേക്ക് നോക്കുമ്പോൾ ഭീതിജനകമായ അവസ്ഥയാണ് നാം കാണുന്നത്. ഈ ദിവസങ്ങളിലെ പത്രമാധ്യമങ്ങൾ വളരെ ഞെട്ടലോടെയാണ് നാം വായിക്കേണ്ടി വരിക. ജന്മം നൽകിയ, പാടുപെട്ട് വളർത്തിയ മാതാവിനെ പകയോടെ വെട്ടിക്കൊല്ലുക, ഒരു കൂസലുമില്ലാതെ മുൻപോട്ട് ജീവിക്കുക. അങ്ങനെ പോകുന്നു പ്രതികൂലങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നീണ്ട നിര. എന്താണ് ഇതിന്റെ കാരണം? ഒന്നല്ലെങ്കിൽ മറ്റൊന്നിന് അടിമയായിത്തീരുന്നു. ചിലർ മദ്യത്തിന്, മയക്കുമരുന്നിന്, മറ്റു ചിലർ ചില വ്യക്തികൾക്ക്, ചില ഇഷ്ടങ്ങൾക്ക്, ഫാഷന്, ആധുനിക
ടെക്നോളജിക്ക് അങ്ങനെ പോകുന്നു നീണ്ട നിര. നമ്മൾ പലപ്പോഴും മദ്യത്തെയും മയക്കുമരുന്നിനെയൊക്കെ എടുത്തു പറയുകയും പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിലും ഭീകരമായി ക്യാൻസർ പോലെ കാർന്നു തിന്നുന്ന പല അടിമത്തങ്ങളും നാം വെച്ച് പുലർത്തുന്നു. ക്ഷമിക്കുവാൻ കഴിയാത്തത്, സ്നേഹിക്കുവാൻ കഴിയാത്തത്, അനുസരിക്കുവാൻ കഴിയാത്തത്, കീഴ്പ്പെടുവാൻ കഴിയാത്തത്, മറ്റൊരാളെയും കൂടെ ചേർത്ത് പിടിക്കുവാൻ കഴിയാത്തത്, പങ്കുവെക്കുവാൻ കഴിയാത്തത്, ഇങ്ങനെ പോകുന്നു നീണ്ട നിര. ഇവയെല്ലാം നമ്മുടെ സ്വാർത്ഥതയിൽ ഉണ്ടാകുന്ന അടിമത്തമാണ്. നമ്മുടെ ആ സ്വാർത്ഥത നമ്മളെ പിടിച്ച് കെട്ടിയിരിക്കുകയാണ്. നാം അതിന് കീഴിലാണ്. ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഏത് ബന്ധനത്തിന്റെയും ഏത് അടിമത്വത്തിൽ നിന്നും ഞാനും നിങ്ങളും പുറത്തു വന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ അടിമകളായി ദാസന്മാരായി തീരണം. അതാണ് നമുക്ക് വേണ്ടത്. വചനം പറയുന്നു, അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് എന്നെയും നിങ്ങളെയും വിളിച്ചതാണ് ദൈവം. പാപത്തിന്റെ, ലോകത്തിന്റെ, ശാപത്തിന്റെ അന്ധകാര കെട്ടിൽ നിന്നും തമ്പുരാൻ നമ്മെ വിളിച്ച് പുറത്തു കൊണ്ടുവന്നു. കാൽവരുടെ രക്തത്താൽ നമ്മെ കഴുകി മക്കളും അവകാശികളും ആക്കി തീർത്തു. ഇനിയും അടിമ നുകത്തിൻ കീഴിൽ ആകരുത്. അവരോട് ചിന്തിക്കുക. ശരിക്കും പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു അടിമത്വത്തിലല്ലേ ഞാനും നിങ്ങളും? ആത്മീയ അടിമത്വം സെക്കുലർ അടിമത്വത്തെക്കാളിലും ഭീകരമാണ്. പലരും സഭയ്ക്ക് അടിമകളാണ്, ആൾ ദൈവങ്ങൾക്ക് അടിമകളാണ്, ചില പ്രത്യേക തത്വ ആത്മീയ പ്രത്യയ ശാസ്ത്രങ്ങൾക്ക് അടിമകളാണ്, പിന്നെ സ്വന്തമായി രൂപപ്പെടുത്തിയ ചില നിയമസംഹിതകൾക്ക് അടിമകളാണ്. വചനത്തെ അനുസരിക്കുവാനോ പാലിക്കുവാനോ തയ്യാറല്ല. ആത്മീയമായി കീഴ്പ്പെടുവാൻ തയ്യാറല്ല. പ്രിയമുള്ളവരെ, ആത്മീയ അടിമത്തമാണ് ഇന്ന് ഏറ്റവും ഭീകരമായി ക്രൈസ്തവ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും ഞാനും നിങ്ങളും പുറത്തു വരണം. അതിന് ദൈവത്തിന്റെ വചനമല്ലാതെ മറ്റൊന്നിന് കഴിയുകയില്ല. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി ബന്ധിച്ചിരിക്കുകയാണ്. എന്നാൽ കുരുട്ട് കണ്ണുകളെ തുറക്കുവാൻ, ബന്ധനങ്ങളെ അഴിക്കുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അത് ഞാനും നിങ്ങളും അനുഭവിക്കുന്നുണ്ടോ? ആത്മീയ സ്വാതന്ത്ര്യം നമുക്കതിന് കഴിയണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് ആ ഒരു സ്വാതന്ത്ര്യത്തിൽ വന്നെങ്കിൽ മാത്രമേ ഒരു ദൈവ പൈതലിന്റെ പൂർണ്ണ രൂപത്തിൽ നാം എത്തിച്ചേരുകയുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനം നമുക്കൊരു ചൂണ്ടുപലകയാണ്. എന്റെ വ്യക്തി ജീവിതം, കുടുംബജീവിതം, ആത്മീയ ജീവിതം, പൊതുജീവിതം എവിടെയാണ് ദാസനായി ദാസിയായി മാറിയിരിക്കുന്നത്? നാം ദൈവത്തിന്റെ ദാസീദാസന്മാരായി തീരണം. അല്പം ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളാണ്. നാം ശീലിച്ചു വെച്ചതും പഠിച്ചു വെച്ചതും നാം തന്നെ സ്വയം ഉണ്ടാക്കിയതുമായ സകലതിൽ നിന്നും വഴിമാറി സഞ്ചരിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. അതിന് നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നാം ഇപ്പോഴും അടിമത്ത അനുഭവത്തിലാണ്. അങ്ങനെയാകുമ്പോൾ പല പല പ്രശ്നങ്ങൾ ഉണ്ടാകും, പല പല പ്രതികൂലങ്ങൾ ഉണ്ടാകും. അതിൽ കൂടെ കടന്നുപോയേ മതിയാവുകയുള്ളൂ. എന്നാൽ
ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നാം സാക്ഷാൽ സ്വതന്ത്രരാകും. ആ സ്വാതന്ത്ര്യം ഞാൻ നിങ്ങൾ പ്രാപിക്കാത്തിടത്തോളം കാലം ഏത് സഭയിലെ ആരാധന കൂടിയിട്ടും, എവിടെ ഓടിപ്പോയിട്ടും, എത്ര പ്രാവശ്യം സഭ മാറി സ്നാനപ്പെട്ടിട്ടും, എത്ര സഭകൾ മാറിയാലും, ലോക പ്രശസ്തരായ ദൈവദാസന്മാരെ കൊണ്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാലും, ഭവനത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചാലും, എത്ര കൺവെൻഷൻ സ്പോൺസർ ചെയ്താലും, എത്ര ദശാംശം കൊടുത്താലും, വാഗ്ദത്ത വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയട്ടെ, നിർഭാഗ്യവശാൽ ഇന്നും അടിമത്വത്തിന് കീഴിൽ തന്നെയാണ്. ഒരു സംശയവുമില്ല. ആകയാൽ നാം അതിൽ നിന്നും പുറത്തു വന്ന് ദൈവത്തിന് ദാസന്മാരായി തീരണം. ദൈവത്തിന് ദാസന്മാരാകുമ്പോൾ യജമാനൻ അറിയാം എന്റെ ദാസന് എന്താണ് വേണ്ടത്, എപ്പോഴാണ് ആവശ്യം. കുടുംബത്തിന്റെ ആവശ്യം, കുഞ്ഞുങ്ങളുടെ ആവശ്യം, ആരോഗ്യ ആവശ്യം, സാമ്പത്തിക ആവശ്യം, ഭാവി ആവശ്യം, ഇവയെല്ലാം യജമാനനായ ദൈവത്തിന് അറിയാം. എന്നാൽ ഫറവോനാകുന്ന ആ യജമാനന്റെ അടിമയാകുമ്പോൾ ദാസന്റെ ആവശ്യം കണ്ടോ, ദാസന്റെ അവസ്ഥ അറിഞ്ഞോ അല്ല. മിസ്രൈമിലെ യജമാനനായ ഫറവോൻ ചെയ്യുന്നത്, ഫറവോന്റെ കാര്യം നടക്കണം. ഫറവോന് ഇഷ്ടികയുടെ എണ്ണം കൃത്യമായിരിക്കണം. അവർക്ക് അതിനുവേണ്ട റിസോഴ്സസ് കിട്ടിയോ, ഭക്ഷണം കിട്ടിയോ, ഇതൊന്നും ഫറവോന് വിഷയമല്ല. തന്റെ ആവശ്യം നിറവേറ്റുവാൻ തന്റെ ദാസന്മാരെ ഉപയോഗിക്കുന്നു. ഈ അടിമത്വത്തിൽ നിന്നും നാം പുറത്തു വരുമ്പോൾ, ദൈവത്തിന് ദാസന്മാരായി തീരുമ്പോൾ, നമ്മുടെ ആവശ്യവും അവസ്ഥയും അറിഞ്ഞ് നമ്മളെ പരിപാലിക്കുന്ന ഒരു യജമാനൻ. പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നാമൊക്കെ കടന്നു പോകുന്ന ജീവിതത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള ഭാരങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ നമ്മുടെ യജമാനനാകുന്ന തമ്പുരാൻ അറിയുന്നു. നിശ്ചയമായും അതിനവൻ തക്ക സമയത്ത് വഴിയുണ്ടാക്കും, നീക്കുപോക്ക് നൽകിത്തരും. പക്ഷേ നാം ദൈവത്തിന്റെ ദാസീദാസന്മാരായി തീരണം. അതുകൊണ്ട് സ്വയത്തിലോ മറ്റേതെങ്കിലുമോ അടിമത്വ നുകത്തിൻ കീഴിലായിരിക്കുന്ന ആരെങ്കിലും ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുവെങ്കിൽ സ്വയം വിലയിരുത്തുക. എന്നെ ഭരിക്കുന്നത് എന്താണ്, ആരാണ്? ദൈവമാണോ, ദൈവവചനമാണോ? ഇപ്പോഴും ഫറവോന്റെ അടിമത്തത്തിലാണോ, അതോ ഞാൻ ദൈവത്തിന്റെ ദാസനാണോ? അവരവരെ ചിന്തിക്കുക, ഉത്തരം കണ്ടെത്തുക. കുറവ് പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുന്നുവെങ്കിൽ യഥാസ്ഥാനപ്പെടുക, മടങ്ങി വരിക, ദൈവത്തിന്റെ ദാസന്മാരായി തീരുക. അങ്ങനെ ദൈവത്തിന്റെ ദാസന്മാരാകുമ്പോൾ തന്റെ പ്രജകളാകുന്ന മക്കൾക്ക് ലഭിക്കേണ്ട സകലവും നൽകുന്ന ആ തമ്പുരാൻ ഇന്ന് പകൽ നമ്മെ അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. സ്വർഗത്തിൽ നിന്നും വേണ്ടത് നൽകി നമ്മെ ഓരോരുത്തരെയും പോറ്റി പുലർത്തി ഇന്നേ ദിവസം ഈ പുത്തനാഴ്ച വട്ടം അനുഗ്രഹത്തോടെ അതാതിടങ്ങളിൽ പരിപാലിക്കട്ടെ. അതിന് നമ്മെ തന്നെ പ്രാർത്ഥനാപൂർവം താഴ്ത്തി ഏൽപ്പിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തനാഴ്ച വട്ടത്തിനായി നന്ദിയോടെ സ്തോത്രം. ഒരു പുതിയ വർക്കിംഗ് വീക്ക് ഞങ്ങൾക്ക് നൽകിയതിനായി സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തിനായി സ്തോത്രം. ഞങ്ങൾ പലപ്പോഴും ഫറവോന്യ അടിമത്വത്തിലാണെങ്കിലും അത് ഞങ്ങൾ തിരിച്ചറിയാതെ
ദൈവത്തിന് ദാസന്മാര് പറയുന്നുവെങ്കിലും യോഗ്യമായി ഫലം കായ്ക്കാതെ ഇപ്പോഴും മിസ്രൈമ്യ സ്വഭാവം തുടരുന്നത് ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവത്തിന്റെ ദാസന്മാരായി ദൈവം പറയുന്ന അനുസരിക്കുവാനും അങ്ങനെ തന്റെ ദാസന്മാർക്ക് നൽകുന്ന സകല അനുഗ്രഹങ്ങളും പ്രാപിച്ച് ദൈവകൃപയോടെ ജീവിപ്പാനും ഞങ്ങളെ അവിടുന്ന് ഒരുക്കണം. ഈ ദൈവവചനം കേൾക്കുന്ന ഓരോന്നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. ഞങ്ങളെല്ലാവരും അങ്ങയുടെ ദാസന്മാരായി തീരുവാൻ സഹായിക്കണമേ. അതിന് വിപരീതമായിട്ടുള്ള ജീവിതത്തിന്റെ കുറവുകളെ മനഃപൂർവ്വമായി ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് അങ്ങയുടെ പാദാന്തികെ അടുത്തു വരുന്നു. സ്വർഗീയ കൃപകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ പൊതിഞ്ഞ് കൃപയാൽ ഞങ്ങളെ നടത്തണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, എന്ത് സാഹചര്യം വന്നാലും ഫറവോന്യ അടിമത്വത്തിൽ തുടരുവാൻ പാടില്ല. ഫറവോന് ഇനിയും ഞാൻ അടിമയല്ലെന്ന് പാടിയാൽ മാത്രം പോരാ, ജീവിതത്തിൽ നാം അത് പ്രാപ്യമാക്കണം, ഫ്രീ ആകണം. ഞാൻ ദൈവത്തിന്റെ ദാസനാണ്, ദാസിയാണെന്ന് പറയുവാൻ, ചങ്കൂറ്റത്തോടെ പറയുവാൻ, ആത്മധൈര്യത്തോടെ പറയുവാൻ ആ ദാസ്യത്വം സ്വീകരിക്കണം. അങ്ങനെ ധന്യമായ ഒരു ജീവിതത്തിന്റെ ഉടമകളായി ദൈവത്തിന്റെ ദാസന്മാരായി നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഫലം കൊടുക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.